നമസ്കാരം. പത്തനംതിട്ട അടൂർ ഏനാദിമംഗലം പഞ്ചായത്തിലെ ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മാലിന്യ സംസ്കരണ കമ്പനിയായ ഇമേജ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിനെതിരായ സമരം ശക്തമാക്കുമെന്ന് ഇളമണ്ണൂർ പൈതൃക സംരക്ഷണ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കൂ എന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത്. പ്ലാന്റിനെതിരാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പറയുന്നു. രണ്ടു കൂട്ടരെയും വിശ്വസിക്കുന്നില്ല. CPM അടൂർ ഏരിയ സെക്രട്ടറി നേതൃത്വം നൽകുന്ന മണ്ണടി പമ്പാവാലി ഫാമേഴ്സ് സൊസൈറ്റി എന്ന തട്ടിക്കൂട്ട് സംഘടനയ്ക്ക് 47 ലക്ഷം രൂപ കോർപ്പറേറ്റ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ഇമേജ് പ്ലാന്റ് ഏനാദിമംഗലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പറക്കോട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന R. തുളസീധരൻ പിള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമില്ലാതെ സ്വന്തം നിലയിൽ പ്ലാന്റിന് 3 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് അനുകൂലമായി കത്ത് നൽകിയായിരുന്നെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാണ്. CR ഫണ്ടിൽ 2 ലക്ഷം ഇലന്തൂർ പഞ്ചായത്തിൽ ഒരു വാട്ടർ ടാങ്കിനാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 7-ന് ഇളമണ്ണൂർ മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുജന ഹിയറിംഗിൽ അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞത് മനുഷ്യവാസമില്ലാത്ത പ്രദേശം പ്ലാന്റിന് കണ്ടെത്തി നൽകാമെന്നാണ്. പക്ഷേ പ്ലാന്റിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകിക്കഴിഞ്ഞു. അപ്പോഴാണ് CPM ജില്ലാ നേതൃത്വം പ്ലാന്റിനെതിരെ പ്രസ്താവന ഇറക്കുന്നത്. അത് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 1500 പേർ പങ്കെടുത്ത പബ്ലിക് ഹിയറിംഗിൽ 734 പേരുടെ വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയത്. 194 പേർ എഴുതി തയ്യാറാക്കിയ പരാതി സമർപ്പിച്ചു. 59 പേർ പ്രതിഷേധവുമായി തത്സമയം രംഗത്തും വന്നു. ഒറ്റയാൾ പോലും പ്ലാന്റിന് അനുകൂലമായി രംഗത്ത് വന്നില്ല. എതിർത്തവരിൽ ആർക്കും രേഖാമൂലം മറുപടിയും ലഭിച്ചില്ല. വീണ്ടും ഹിയറിംഗിന് വിളിച്ചതുമില്ല. കിട്ടിയ പരാതികൾ ചാക്കിലാക്കി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന്റെ മൂലയ്ക്ക് കെട്ടിവെച്ച ശേഷമാണ് പ്ലാന്റ് തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നതെന്നും സംരക്ഷണ സമിതി ആരോപിച്ചു. പബ്ലിക് ഹിയറിംഗിന് ശേഷം CPM നേതാക്കൾ ഒരു വാക്ക് മിണ്ടിയില്ല. എന്നാൽ ഇമേജ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കം വേഗത്തിൽ നടക്കുകയാണ്. വ്യവസായ യൂണിറ്റ് എന്ന പേരിലാണ് മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് നിർമ്മിക്കുന്നത്. 6 ജില്ലകളിലെ ആശുപത്രികൾ, ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്നത്. പ്രതിദിനം 1/2 ലക്ഷം ടൺ വെള്ളമാണ് ഇതിനായി വേണ്ടിവരുന്നത്. മനുഷ്യരുടെ രോഗം ബാധിച്ച ശരീര അവയവങ്ങളും ഭാഗങ്ങളുമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ഗുരുതരമായ രോഗമാകും ഇതുമൂലമുണ്ടാവുക. നിലവിൽ കിൻഫ്ര പാർക്കിൽ 5 പ്ലാസ്റ്റിക് നിർമ്മാണ യൂണിറ്റുകൾ, 3 ടാർ യൂണിറ്റുകൾ, 8 പാറമടകൾ എന്നിവയുണ്ട്. ഇത് കാരണം പരിസരത്തുള്ള നിരവധി പേർ രോഗികളായി മാറിയിരിക്കുകയാണ്. ക്യാൻസർ, വന്ധ്യത, ശ്വാസകോശ രോഗങ്ങൾ, വൃക്ക, കരൾ രോഗങ്ങൾ എന്നിവ ഇവിടെ വ്യാപകമാണ്. പരിസ്ഥിതി മലിനീകരണം കടുത്ത തോതിലുണ്ട്. മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പരിശോധിച്ചതിന് ശേഷമേ അനുമതി കൊടുക്കൂ എന്നാണ്. സ്ഥലം MLA KU ജനീഷ് കുമാർ പറഞ്ഞത് മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത് ഒഴിവാക്കി പ്ലാന്റിന് അനുമതി കൊടുക്കാമെന്നാണ്. ഇമേജിന്റെ പാലക്കാട് പുതുശ്ശേരിയിലെ ബയോമെഡിക്കൽ പ്ലാന്റിനെതിരെ സമരം നടന്നു വരികയാണ്. 26 ഏക്കറിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റ് ഇത്രത്തോളം ഗുരുതരമായ മലിനീകരണം സൃഷ്ടിക്കുന്നുവെങ്കിൽ വെറും 3 ഏക്കറിൽ പ്രതിദിനം 20 മെട്രിക് ടൺ സംസ്കരണം നടത്തുന്ന ഏനാദിമംഗലത്തെ പ്ലാന്റ് എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുമെന്നും നേതാക്കൾ ചോദിക്കുന്നു. ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞാൽ അതിന് പ്രോസസ്സിംഗ്, മാനുഫാക്ചറിംഗ്, ഒരു ഗ്രേഡിംഗ്, ഈ 3 സാധനങ്ങൾ വേണം. ഇത് യാതൊരു വിധത്തിലും അവിടെ ഈ പറയുന്ന 3 ഐറ്റത്തിൽ വരുന്നില്ല. പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പർച്ചേസോ സെയിലോ നടക്കണം. ഇതും അവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുമെന്ന് പറയുന്നത് ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കത്തിച്ച് വിരോട്ട് വിട്ട് ഈ ജലവും മണ്ണും വായുവും നശിപ്പിക്കുക എന്നുള്ള ഒറ്റ പരിപാടി. ഒരു ഔട്ട്പുട്ട് അതിനകത്തില്ല. ഈ ഏത് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിയാലും ഒരു പ്രോഡക്റ്റ് വേണം. ആ ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാക്കുന്നില്ല. ഇത് പിന്നെ എങ്ങനെ ഇത് ഈ സർക്കാർ ഇങ്ങനെ ഇൻഡസ്ട്രിയുടെ പേരിൽ ഇത് കൊടുത്തുകൂടാ? അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കുറേയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്നതിന്റെ കീഴിൽ തന്നെയാണ് ഈ സ്ഥാപനം വരുന്നത്. സെപ്റ്റംബർ 7-ാം തീയതി കൂടിയ ആ ഒരു വലിയ മീറ്റിങ്ങിൽ പറഞ്ഞത് വളരെ ചിരിച്ചാണ്. അദ്ദേഹത്തിന് ശരി അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്തിനാ എവിടെ വരുന്നത്, നിങ്ങൾക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരത്തിനെന്ന് ഉറപ്പ് പറഞ്ഞാണ്. ഇതിലുണ്ട് ആ റിപ്പോർട്ട് ഞാൻ എന്നോട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊതു തെളിവെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്ലാന്റ് വരുന്ന കിൻഫ്രയിൽ 14 വ്യവസായ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. റിപ്പോർട്ടിലുള്ളതാണ്. ആയതിനാൽ മേപ്പടി മാലിന്യ പ്ലാന്റ് വരില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും അറിയിച്ചു. മാലിന്യ സംസ്കരണം ആവശ്യമാണ്. അതിനുവേണ്ടി മനുഷ്യവാസം ഇല്ലാത്ത പ്രദേശം IMAക്ക് കാണിച്ചു കൊടുക്കാമെന്നും പ്ലാന്റ് ഈ പ്രദേശത്ത് വരാൻ സമ്മതിക്കില്ല എന്നും IMA തിരിച്ചു പോകണമെന്നും കൂട്ടിച്ചേർത്താണ്
ബഹുമാനായിട്ടുള്ള ശ്രീ ഉദയഭാനു അവർ അന്ന് അവിടെ അവതരിപ്പിച്ചത്. അത് സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ്. 2025 ഫെബ്രുവരി 25 ആയപ്പോൾ ഈ പ്ലാനിന് സിയാൻ അനുമതി കിട്ടി. 6 മാസം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിക്കോ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ് ജില്ലാ സെക്രട്ടറി, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് പോലും സിയായിന്ന് ഈ ക്ലിയറൻസ് കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കാൻ? വ്യവസായ മന്ത്രി തന്നെ